ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആണ്. ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പൂ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതും ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു കട്ടിയുള്ള A4 സൈസ് കളർ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അളവായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു മരുന്ന് കുപ്പിയുടെ അടപ്പാണ്. ഇതുപോലെ എന്തെങ്കിലും കുഴിവുള്ള എന്തെങ്കിലും അടപ്പോ ഗ്ലാസ്സോ എന്തെങ്കിലും ഈ ഒരു പൂവ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമാണ്. എത്ര പെറ്റൽസ് എടുത്തു എന്നുള്ളത് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. കുറച്ചധികം നമുക്ക് ആവശ്യമുണ്ട്, കുറച്ചധികം പൂക്കളും ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ കുറേ അധികം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അളവായിട്ട് എടുത്തേക്കുന്ന ഈ അടപ്പിൽ തന്നെയാണ് പൂ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമേ കുറച്ച് പെറ്റൽസ് ഞാൻ നടുക്കൂടെ ഒന്ന് മടക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികളോട്ട് കടക്കാവേ. വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് പെറ്റൽസ് എല്ലാം നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇത് എല്ലാവരും ചെയ്യുന്ന വീഡിയോ അല്ലേ എന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ. ഇതിനകത്ത് ഒരു വ്യത്യസ്തത ഒളിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് നേരത്തെ ഇതേപോലെ ഒരു പൂ ഉണ്ടാക്കിയെങ്കിലും എനിക്ക് ചെയ്യാൻ എളുപ്പമായിട്ട് ഈ ഒരു പൂവാണ് തോന്നിയത് കേട്ടോ. പക്ഷെ കാണാൻ ഭംഗി ടിഷ്യൂ പേപ്പറാണ്. കാരണം നമ്മൾ കളർ മിക്സിംഗ് ഒക്കെ ചെയ്തതുകൊണ്ട് അതാണ് കാണാൻ കുറച്ചുകൂടെ ഭംഗി കേട്ടോ. ഇതാണ് എളുപ്പം. അപ്പം നമുക്ക് ഇതേപോലെ പെറ്റൽസ് എല്ലാം മൊത്തമായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. മൊത്തം ഉള്ള വെട്ടി വെച്ചിരിക്കുന്ന എല്ലാം നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നതിന് പകരം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫ്ലവറിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ഈ അടപ്പൊന്ന് തിരിച്ചൊന്ന് നോക്കണം, ഉദ്ദേശിച്ച രീതിയിൽ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ മുഴുവനായിട്ടൊന്ന് കവർ ചെയ്യുന്നതിന് മുന്നേ ഇതേപോലെ ഒരു ഗ്യാപ്പ് വരുന്നിടം കൊണ്ട് ആ പെറ്റൽസ് ഒട്ടിക്കുന്നത് ഒന്ന് നിർത്തുക. എന്നിട്ടാണ് നമ്മുടെ ഒരു പരിപാടി വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു മഞ്ഞ കളറിലൊരു പേപ്പർ എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഞാനിന്ന് പൂമ്പൊടി പോലെ നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ഈ ഒരു മഞ്ഞ കളറിലെ പേപ്പർ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പശ വെച്ചിട്ട് നമുക്കൊന്ന് ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. ചിലപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടു കഴിയുമ്പോഴത്തേന് ഒന്നുകിൽ ഈ ഒരു മഞ്ഞ കളറിലെ പേപ്പർ ഇൻക്ലൂഡ് ചെയ്യാത്തതായിരിക്കും ഭംഗി, ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്തതായിരിക്കും ഭംഗി. ഏതായാലും കുഴപ്പമൊന്നുമില്ല. രണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് രണ്ട് രീതി ഞാൻ ട്രൈ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ റോൾ ചെയ്ത പേപ്പർ മറ്റൊരു ഈ പെറ്റൽസായിട്ട് കട്ട് ചെയ്തേക്കുന്ന റൗണ്ടിൽ കട്ട് ചെയ്തിരിക്കുന്ന പേപ്പറിലേക്ക് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പൂമ്പൊടി പൂവിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂ ഉണ്ടല്ലോ, ഈ കപ്പിനകത്ത് ഇതുപോലെ പെറ്റൽസ് എല്ലാം ആഡ് ചെയ്തേക്കുന്ന അതിലേക്ക് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ പശ തേച്ചിട്ട് ഇതേപോലെ ഒന്ന് ഈ ഒരു പൂമ്പൊടി അതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഇറക്കി വെക്കുമ്പോൾ സൂക്ഷിക്കണം, പശ നന്നായിട്ട് ഉണങ്ങാത്തത്, പശ വെച്ചിട്ട് നന്നായിട്ട് ഉണങ്ങാത്തതുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതി വരുമ്പോഴത്തേന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പൂമ്പൊടി വെക്കുന്നതാണോ പൂമ്പൊടി ഇല്ലാത്തതാണോ ഭംഗി എന്നുള്ളത് കമൻറ്റായിട്ടൊന്ന് അറിയിക്കണം. മറ്റ് പൂക്കളെക്കാട്ടിലും ഇച്ചിരി വ്യത്യസ്തത തോന്നുന്നില്ലേ? ഇത് എന്ത് തരം പൂവാണ് എനിക്കറിയത്തില്ല. നിങ്ങൾക്കൊരു പേര് പറയാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇനിയാണ് ചെറിയ രീതിയിലുള്ള ബാക്കിയൊരു പരിപാടിയും കൊണ്ട് അതിലേക്ക് കിടക്കാമേ. ഇനി നമുക്ക് വേണ്ടിയത് ഒരു ഗ്രീൻ കളർ പേപ്പറാണ് കേട്ടോ. ഞാൻ ഇതേപോലെ ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് റോളാക്കി കൊടുക്കുന്നുണ്ട്. ഒരു കോർണറിൽ ചെറുതായിട്ട് പശയൊന്ന് തേച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ഒന്ന് റോളാക്കി എടുക്കുക. അതായത് സ്റ്റെമ്മിൻ്റെ രൂപത്തിൽ. പൂ മാത്രം പോരല്ലോ, പൂവിനിരിക്കുക ഒരു തണ്ടും കൂടെ വേണ്ടേ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് റോളാക്കി എടുക്കുക. എന്നിട്ട് അത് പൂവിലേക്കൊന്ന് അറ്റാച്ച് ചെയ്യണം. അതുകൊണ്ട് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഫ്ലവർ മേക്കിംഗ് തന്നെയാണ് കേട്ടോ. അത് പേപ്പർ ആയാലും ക്ലേ ആയാലും പൂ ഉണ്ടാക്കുന്നതിനോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തന്നെയാണ്. LP സ്കൂളിലാണ് ഞാൻ ഈ ഫ്ലവർ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് എക്സ്പീരിയൻസിന് പോയിക്കൊണ്ടിരുന്നത്. UP ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി വന്നപ്പോൾ തന്നെ അത് ഫാബ്രിക് പെയിൻറ്റിങ് എന്നുള്ളൊരു മേഖലയിലോട്ട് പോയി. കാരണം ഫാബ്രിക് പെയിൻറ്റിങ് മറ്റുള്ളവരെ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ചെയ്യുന്നു എന്ന് കണ്ടതുകൊണ്ട് അതിൽ കുറച്ച് പ്രൈസ് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് എന്നെ കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലായിരുന്നു ഞാൻ വർക്ക് ചെയ്യാൻ പോയിട്ടുള്ളത്. പ്രൈസും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ പൂവിലേക്ക് ഞാൻ സ്റ്റെമ്മ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മറ്റ് കളറിലും കുറച്ച് പൂക്കൾ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് ഇലകളും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് ഈ ഒരു വീഡിയോയിൽ ഞാനത് ആഡ് ചെയ്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറാണെന്നുള്ളത് അത് ഹാർട്ടിൻ്റെ രൂപത്തിൽ കമൻറ്റായിട്ട് ഒന്ന് അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബായ്.